നരേന്ദ്രമോദിയുടെ കീഴിൽ ആദ്യത്തെ സഖ്യ സർക്കാരിൻ്റെ സമ്പൂർണ്ണ ബഡ്ജറ്റ് നാളെ അവതരിപ്പിക്കാൻ പോവുകയാണ്. കേരളത്തിൻ്റെ ആവശ്യമായ 24,000 കോടി രൂപയുടെ ഒരു പാക്കേജ് മുതൽ എയിംസ് വരെയുണ്ട്. നമുക്കിപ്പം ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP ചേരുന്നുണ്ട്. കേരളത്തിന് അനുകൂലമായിട്ടുള്ള തീരുമാനം അല്ലെങ്കിൽ കേരളത്തിന് അനുകൂലമായിട്ടുള്ള നിരവധി പദ്ധതികളോ പാക്കേജുകളോ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? കേരളത്തിൻ്റെ നിരവധി ആവശ്യങ്ങൾ കേന്ദ്ര ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം കേരളം ആവശ്യപ്പെടുന്ന 24,000 കോടി രൂപയുടെ കേന്ദ്ര സഹായമാണ്. അതോടൊപ്പം തന്നെ എയിംസ് ഉൾപ്പെടെയുള്ള നമുക്ക് ലഭിക്കേണ്ട പദ്ധതികൾ പലതും കഴിഞ്ഞ 10 വർഷമായിട്ട് ലഭിച്ചിട്ടില്ല. ഇതെല്ലാം തന്നെ സംസ്ഥാന ഗവൺമെൻറ് നിവേദന രൂപത്തിൽ ബന്ധപ്പെട്ട മന്ത്രിമാർക്കും അതുപോലെ ധനമന്ത്രിക്കും നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു 2,800 കോടി രൂപയുടെ ഒരു പ്രത്യേക അലോക്കേഷൻ റെയിൽവേസിൻ്റെ കാര്യത്തിൽ കേരളത്തിന് നൽകുന്നു എന്നുള്ളതാണ്. നിലവിൽ എന്തൊക്കെയാണ് റെയിൽവേസിൻ്റെ കാര്യത്തിൽ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ, പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന അങ്കമാലി ശബരി പാത എത്രയും പെട്ടെന്ന് അതിൻ്റെ നിർമ്മാണം പുനരാരംഭിക്കണം. അതുപോലെ തന്നെ ഗുരുവായൂർ തിരുനാവായ ലൈനിൻ്റെ നിർമ്മാണം ആരംഭിക്കണം. അതുപോലെ തന്നെ തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ എറണാകുളം ഷൊർണൂർ 3-ാം പാതയുടെ നിർമ്മാണം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നിരവധിയായ റെയിൽവേ പദ്ധതികൾ നമ്മുടെ മുന്നിൽ ഉണ്ട്. നമ്മളത് കേന്ദ്ര ഗവൺമെൻറ് പരിഗണനയിലുമാണ്. പക്ഷേ ഈ പദ്ധതികൾ എല്ലാം ഉണ്ടെങ്കിൽ പോലും ആ പദ്ധതികൾ തുടങ്ങാൻ ആവശ്യമായ പണം അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. 3-ാം പാതയെ സംബന്ധിച്ചിപ്പോൾ സർവേ നടക്കുന്നുണ്ട്, സോയിൽ ടെസ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതേസമയം തന്നെയാണ് പാലക്കാട് ഡിവിഷൻ എന്നുള്ളത് അത് മാറ്റി മംഗലാപുരത്തിന് കീഴിൽ കൊണ്ടുവരുന്ന സമയത്ത് വലിയ തിരിച്ചടിയാവും, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ കാര്യത്തിൽ. ആ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകും? പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ മംഗലാപുരം ആസ്ഥാനമാക്കി റെയിൽവേ ഡിവിഷൻ ആരംഭിക്കുന്നതിനെക്കുറിച്ചോ റെയിൽവേയിൽ ഒരു ആലോചനയും നടന്നിട്ടില്ല. അത്തരം വാർത്തകൾ ശരിയല്ല എന്ന് റെയിൽവേയുടെ ഒരു ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. പാലക്കാട് ഡിവിഷനാണ് അങ്ങനെ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത്. എന്നാലും ആ ഭീഷണി നിലനിൽപ്പുണ്ട്. കാരണം ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് ഒരു മന്ത്രി സോമണ്ണ തുംകൂറിൽ നിന്നുള്ള MP ആണ്. അദ്ദേഹം BJPയുടെ MP ആണ്. അദ്ദേഹമാണ് ഇപ്പോൾ റെയിൽവേ വകുപ്പിൻ്റെ സഹമന്ത്രി. സ്വാഭാവികമായും നേരത്തെ കർണാടകത്തിൽ നിന്നുള്ള റെയിൽവേ മന്ത്രിമാരുണ്ടായിരുന്നപ്പോഴൊക്കെ തന്നെ പാലക്കാട് ഡിവിഷൻ വിഭജിച്ച് മംഗലാപുരം ആസ്ഥാനമായി റെയിൽവേ ഡിവിഷൻ വേണമെന്നുള്ള വലിയ സമ്മർദ്ദം ആ മന്ത്രിമാരിൽ ഉണ്ടാകുകയും അവരതിനു വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയും അതുപോലെ ഉദ്യോഗസ്ഥന്മാരുമായി പലവട്ടം ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കൂടുതൽ ട്രെയിനുകൾ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്, പ്രത്യേകിച്ചും വന്ദേ ഭാരതിൻ്റെ കാര്യങ്ങളിലൊക്കെ അടക്കം. കേരളത്തിൽ അനുവദിച്ച വന്ദേ ഭാരത് 2 ട്രെയിനുകളാണ്. അത് രണ്ടും നല്ല രീതിയിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ യാത്രക്കാർ ഉപയോഗിക്കുന്ന ട്രെയിനാണ് വന്ദേ ഭാരത്. ഇനിയിപ്പോൾ വന്ദേ ഭാരതിൻ്റെ പുതിയ ഏരിയ വരുന്നു. വന്ദേ ഭാരത് മെട്രോയും വരുന്നുണ്ട്, വന്ദേ ഭാരത് സ്ലീപ്പറും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അങ്ങനെ പുതിയ വന്ദേ ഭാരതിൻ്റെ പുതിയ ട്രെയിനുകൾ വരുന്ന സാഹചര്യത്തിൽ കേരളത്തിന് പ്രത്യേകമായി പരിഗണന ലഭിക്കണം. അല്ലെങ്കിൽ കേരളത്തെ പ്രത്യേകമായി കേരളത്തിൻ്റെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഈ പുതിയ ട്രെയിനുകൾ കേരളത്തിൽ ആരംഭിക്കണമെന്നുള്ള ആവശ്യം തീർച്ചയായും ന്യായമാണ്. അത് ഞങ്ങൾ ഉന്നയിക്കും. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. കേരളത്തിൻ്റെ കൂടി ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ളൊരു ബഡ്ജറ്റ് ഇത്തവണ മോദി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് MP മാരും വ്യക്തമാക്കുന്നത്. ഡൽഹിയിൽ നിന്നും വൈശാഖ് ജയവാലിനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.